മക്കളുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ബേസ് സെറ്റായി പോകണം. നമ്മൾ ബേസ് സെറ്റായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം എളുപ്പമാണ്, നമ്മുടെ കൂടെ എല്ലാം എളുപ്പമാണ്. ശ്രദ്ധിച്ചോളെ, ബേസ് നമ്മൾ അടിപൊളിയാക്കിക്കണം. നമ്മൾ എപ്പോഴും കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ആക്സിസ് ആണ് മെയിൻ ആള്. ഇത് ആക്സിസ് ഈ ആക്സിസ് ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആക്സിസിലാണ് കാര്യം ഇരിക്കുന്നത്. അതായത് ഇതാ ഇവൻ എക്സ് ആക്സിസ്, ഇതാ ഇങ്ങനെ ക്രോസ് പോയിരിക്കുന്ന ആള് ഇതാ വൈ എക്സ് ഓക്കെ അല്ലേ, ആണ് വൈ എക്സ്. അത് മനസ്സിലായിക്കോട്ടെ വൈ എക്സ് ഓക്കെ അല്ലേ. ഇത് എക്സ് എക്സും ഇത് വൈ എക്സും ഒരിക്കലും മറക്കല്ലേ ഓക്കെ അല്ലേ. ഇത് ബേസ് കാര്യം. നിങ്ങൾ ബേസിക് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ അറിയായിരിക്കും, പക്ഷേ അത് നന്നായിട്ട് അരച്ച് കലക്കി നന്നായിട്ട് മനസ്സിൽ സെറ്റാക്കിയാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും, ഫ്ലോയിൽ പറയാൻ പറ്റും ഓക്കെ അല്ലേ. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും തലയിലോട്ട് കയറ്റിക്കോണം. ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. എക്സ് ആക്സിൻ്റെ ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സും എക്സ് ആക്സിൻ്റെ പുറകിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും. അതേപോലെ വൈ ആക്സിന് മണ്ടലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നമ്പറും വൈ ആക്സിന് പുറകിലോട്ട് വരുമ്പം എന്താണ്, താഴോട്ട് വരുമ്പോൾ എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സ്. അതൊക്കെ നമുക്ക് അറിയാമല്ലോ മക്കളെ. ഇനി എന്താണ് കോർഡിനേറ്റ്സ്? ഈ ചാപ്റ്ററിൽ പറഞ്ഞത് എന്താണ് കോർഡിനേറ്റ്സ് മക്കളെ? ആക്സിസിലെ അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സിനെ വിളിക്കാം. ആക്സിലെ അഡ്രസ്സ് ഏതൊക്കെ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞിട്ട് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ് ഏത് ഭാഗത്ത് വരും, ഒരു കോർഡിനേറ്റ് തന്നിട്ട് ഇത് ആക്സിസിൽ എവിടെ വരും എന്ന് നമുക്ക് കോർഡിനേറ്റ് മുഖാന്തരം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു കോർഡിനേറ്റ് തന്നേക്കുക 3, 2 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് തന്നേക്കുക, നമുക്ക് മനസ്സിലാവും ഈ 3, 2 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഈ ആക്സിസിൽ എവിടെ വരും എന്ന്. അതിന് വേണ്ടിയിട്ടാണ് കോർഡിനേറ്റ്സുകൾ യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? ആണ്. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ആക്സിൽ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എക്സിനെയാണ്, പിന്നീട് വൈ എഴുതും. മറക്കല്ലേ മക്കൾ ഒരിക്കലും മറക്കല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ആദ്യം എക്സ് പിന്നീട് വൈ, പിന്നെ ആദ്യം നമ്മൾ ഒരിക്കലും വൈ എഴുതരുത്, നമ്മുടെ തലയിലോട്ട് വൈ കയറരുത്. ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. ആദ്യം എക്സ് പിന്നീട് വൈ, ഇത്ര സെറ്റല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് എഴുതാൻ നമ്മൾ പഠിപ്പിക്കുക കേട്ടോ. കോർഡിനേറ്റ്സ് എഴുതാൻ നമ്മൾ പഠിപ്പിക്കുക നമ്മളെ. ഇവിടെ ഈ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ കുത്ത് കിടക്കുന്നതിൻ്റെ താഴെ കിടക്കുന്ന എക്സ് ആക്സിൽ നിന്നുള്ള ആളിലെ ആദ്യം എഴുതുന്നത്. എക്സ് ആക്സിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിന് നേരെ കിടക്കുന്നത്, ശരിയല്ലേ? 2 എന്ന് പറയുന്ന പോയിന്റിന് നേരെയാണ് ഇത് കിടക്കുന്നത്, ശരിയല്ലേ? ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2-ന് നേരെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2 എഴുതി. ഇനി വൈ ആക്സിൽ ആരുടെ നേരെ കിടക്കുന്നേ? വൈ ആക്സിൽ ആരുടെ നേരെ കിടക്കുന്നേ? ഈ 3-യുടെ നേരെ കിടക്കണം, ശരിയല്ലേ? 3-യുടെ നേരെ, അപ്പം 3 എഴുതണം. ഈ കോർഡിനേറ്റിൻ്റെ പേരെന്താ? 2, 3. അതേപോലെ നമുക്ക് ഇവിടെ ഒരാൾ എഴുതാം കേട്ടോ. ഇവിടെ ഒരാൾ എഴുതാൻ പോകണേ. ഈ കോർഡിനേറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കണം. എക്സ് ആക്സിൽ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ എക്സ് ആക്സിൽ ആദ്യം കിടക്കുന്നത് നോക്കണം. എക്സ് ആക്സിൽ ഈ 2. ഈ പോയിന്റ് നേരെ കിടക്കുന്ന വൈ ആക്സിൽ കിടക്കുന്നത്? -4. ഇതാണ് നമുക്ക് ആൻസർ. മനസ്സിലായോ? ഇങ്ങനെ ആരെയും വേണമെങ്കിലും കണ്ടുപിടിക്കാം നമുക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ആക്സിസ് എന്താണെന്ന് പറഞ്ഞു, ആക്സിസിൽ എക്സ് ആക്സ് വൈ ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞു, കോർഡിനേറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, ആദ്യം എഴുതുന്നത് എക്സ് ആണെന്ന് പറഞ്ഞു, പിന്നീടാണ് വൈ എഴുതുന്നതെന്ന് പറഞ്ഞു. ഇനി പോയിന്റുകൾ വന്നാൽ എന്തൊക്കെ വരും എന്ന് നിങ്ങൾ പറഞ്ഞു തന്നു, ശരിയല്ലേ? എന്തൊക്കെ ആദ്യം നമ്മൾ ഈ പോയിന്റ് 2, 3 ആണെന്ന് എങ്ങനെ വന്നെന്ന് മനസ്സിലാക്കി. കാരണം എക്സ് ആക്സ് എന്നുള്ളതായി 2-ന് നേരെയാണ് കിടക്കുന്നത്, വൈ ആക്സ് എന്നുള്ളതായി 3-ക്ക് നേരെയാണ് കിടക്കുന്നത്. അങ്ങനെ 2, 3 എന്ന് എഴുതുന്നത്, ശരിയല്ലേ? സെറ്റല്ലേ? ഇത്രയും സെറ്റല്ലേ? ഈ ബാക്കി ഇതാ കണ്ടോ, അടുത്ത കണ്ടോ നമ്മളെ, അടുത്ത കണ്ടോണേ. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. അതായത് നമ്മളിതാ ഇതേത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ് നമുക്കറിയാം, എക്സ് ആക്സ് ആണെന്നറിയാം. ഇതേത് ആക്സിസ്? ഇത് നമുക്കറിയാം, വൈ ആക്സിസ് ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിൽ ഈ കോർഡിനേറ്റ് ഇതിനെ എന്ത് വിളിക്കണം നമ്മളെ? നടുക്കത്തെ പോയിന്റിനെ ഒറിജിൻ എന്ന് വിളിക്കും, ശരിയല്ലേ? ഒറിജിൻ. ഇവന്റെ കോർഡിനേറ്റ് എഴുതാൻ ചിലപ്പം ചോദിക്കും. ഇവന്റെ കോർഡിനേറ്റ് എത്ര? 0, 0, ശരിയല്ലേ? ആണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് എക്സ് ആക്സിസിൽ ഈ കോർഡിനേറ്റ് ഞാൻ ചോദിക്കും. 1-ന് നേരെ കിടക്കുന്ന കോർഡിനേറ്റ് മക്കളെ, ഈ കോർഡിനേറ്റ് എത്രടാ? നമുക്കറിയാലോ, എക്സിലെ 1-ഉം വൈയിൽ ആളുണ്ടോ? ഇത് ആക്സിസിലല്ലേ കിടക്കുന്നത്, അപ്പോൾ വൈക്ക് ആളില്ലല്ലോ. വൈയിൽ ആൾ പറയുന്നില്ലല്ലോ. ഈ പോയിന്റ് നേരെ കിടക്കുന്നത് 0-ലോട്ടാണ്, ശരിയല്ലേ? വൈക്ക് നമ്മൾ ഇവിടെയാണ് കുത്തെങ്കിൽ നമ്മൾ ഈ കുത്ത് വൈയിലോട്ട് എവിടെ കിടക്കുന്നത്? ഇവിടെയാണെങ്കിൽ വൈയിലോട്ട് എവിടെ കിടക്കുന്നത്? ഇവിടെയാണെങ്കിൽ വൈയിലോട്ട് എവിടെ കിടക്കുന്നത്? ഈ കുത്ത് വൈയിലോട്ട് 0. അപ്പോൾ 0. നമ്മളെ ഈ കോർഡിനേറ്റ് എന്താടാ? 2, 0. നമ്മളെ ഇതെന്താടാ? ആദ്യം എക്സ് ആക്സിൽ 3 എഴുതും, പിന്നെ വൈ 0. നമ്മൾ ഇതെന്ത് എഴുതും? എക്സ് ആക്സിൽ 4 എഴുതും, പിന്നെ 0, ശരിയല്ലേ? ആണ്. അതേപോലെ വൈ ആക്സിൻ്റെ നോക്കാം. ഈ കുത്ത് നമ്മൾ ഈ പോയിന്റ് എന്ന് പറയുന്നത്, എക്സ് ആക്സിൽ ആളുണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല. എക്സ് ആക്സിൽ ആക്സിസിലല്ലേ കിടക്കുന്നത്, എക്സ് ഇല്ല. അതാണ്ട് എക്സ് ഇല്ല. എക്സ് ഇവിടെ നിന്നാണ് വരേണ്ടത്, ഇവിടെ ആളില്ല. ഇത് 0-ലോട്ടാണ് എക്സ് കിടക്കുന്നത്, 0. അപ്പം എക്സ് 0-യും വൈ എത്ര മക്കളെ? വൈ 1-ഉം, ശരിയല്ലേ? നമ്മൾ ഈ പോയിന്റ് പറയടാ, 0, 2. മക്കളെ ഈ പോയിന്റ് പറയടാ, 0, 3. മക്കളെ ഈ പോയിന്റ് പറയടാ, 0, 4. അതായത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ചുമ്മാ മനസ്സിലാക്കി വെച്ചോണം. എന്താണ് മക്കളെ? ഇതിനകത്ത് ഏത് പോയിന്റ് നിങ്ങൾ ചോദിക്കും, ആക്സിസിലെ ഏത് കോർഡിനേറ്റ് വേണം നിങ്ങൾ ചോദിക്കും. എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ്സ് 0, വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സെറ്റല്ലേ? ഈ റൂൾ സെറ്റല്ലേ? ഓക്കെ. ഇത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. പേജ് നമ്പർ 106
പ്രോബ്ലംസ് ചെയ്യാൻ പോകണേ, ശ്രദ്ധിച്ച് ചെയ്യണേ. അതിൽ ഒന്നാമത്തെ പ്രോബ്ലംസ് നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ വായിച്ചു നോക്കി, നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി 2, 3, 4 നമുക്ക് ചെയ്യാം കേട്ടോ. ശരിയല്ലേ? നമുക്ക് പേജ് നമ്പർ 136 ക്വസ്റ്റ്യൻ നമ്പർ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വെച്ചാൽ ഈ കോർഡിനേറ്റ്സ്, അതായത് ഇവിടെ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ഈ റെക്ടാംഗിളിലെ ഈ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാക്കി റെക്ടാംഗിളിന്റെ ബാക്കി 3 വെർട്ടെക്സ്, മക്കളെ ബാക്കി 3, ഒരു വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെക്ടാംഗിളിന്റെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ മൂലയല്ലേ? ശരിയല്ലേ? മൂലയല്ലേ? ആ മൂലയല്ലേ? ആണ് മൂല. അപ്പോൾ ഈ മൂല നമ്മുടെ തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളത് ഈ വെർട്ടെക്സ് എത്ര, ഈ വെർട്ടെക്സ് എത്ര കണ്ടുപിടിക്കാൻ പറയുന്നത്. സിമ്പിൾ ആണല്ലേ? ശ്രദ്ധിച്ച് കേട്ടോണേ. നമുക്ക് ഈവൻ 4 3 അല്ലേ? ഇവൻ എനിക്കറിയാലോ മക്കളെ, ഇത് ആക്സിസ് സെൻട്രൽ പോയിന്റ് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് ഈ പോയിന്റ് എത്ര? 0 0. അത് അവിടെ നിന്നോട്ടെ. ശരിയല്ലേ? ആണ് മക്കളെ. ഈ വെർട്ടെക്സ് എന്ന് പറയുന്നത്, ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഈ കോർഡിനേറ്റ് 4 3 ഇത് എക്സ് അല്ലേ? ഇത് എക്സ് ആക്സിസിലാളല്ലേ? ഇത് വൈ ആക്സിസിലാളല്ലേ? എക്സ് ആക്സിസിലാളാകുമ്പം ഈ പോയിന്റ് ഇതല്ലേ മക്കളെ 4 എന്ന് പറയുന്നത്? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് അല്ലേ മക്കളെ 4 എന്ന് പറയുന്നത്? അതായത് ഈ പോയിന്റ് അല്ലേ ഇവിടെ നമ്മൾ എഴുതുന്നത്. നമ്മൾ ആക്സിസ് വരച്ച് കഴിഞ്ഞപ്പോൾ ഈ പോയിന്റ് ഏതാന്ന് നോക്കാനായിട്ട് നമ്മൾ എക്സ് ആക്സിലെ ആള്, ഇവിടുത്തെ ആളയിൽ നമ്മൾ എഴുതി വെക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതല്ലേ 4. ഈ 3 എന്ന് പറയുന്നത് ഇതിന്റെ വൈ ആക്സിസിൽ കിടക്കുന്ന ആളല്ലേ? അല്ലേ? ഇത്രയും ശരിയല്ലേ? അല്ലേ? ആണ്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കണ്ട ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിലാണ്, ഇതെന്ന് പറയുന്നത് വൈ ആക്സിലാണ്. ശരിയല്ലേ? അപ്പോൾ എക്സ് ആക്സിലാണെന്ന് പറയുമ്പോൾ ഇതാണ് 4. ഇവിടുന്നാണ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത്. വൈ ആക്സിലും ഉണ്ട്, ഇവിടുന്നാണ് കണക്ട് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലായി. ഇത് 4, ഈ പോയിന്റ് 4, ഈ പോയിന്റ് 3 ആണ് മനസ്സിലാക്കി. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത് ആ കോർഡിനേറ്റ്, ഇനി ഈ കോർഡിനേറ്റ് നമുക്ക് എഴുതാം. നമ്മൾ ഈ കോർഡിനേറ്റ് ഇവിടെ എക്സ് ആക്സിസിൽ കിടക്കുന്ന കോർഡിനേറ്റ് അല്ലേ? എക്സ് ആക്സിൽ കിടക്കുന്ന കോർഡിനേറ്റ് അല്ലേ? അപ്പം x4, വൈ എന്തായിരിക്കും? എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0. അപ്പോൾ 4 0 അല്ലേ? അതേപോലെ ഈ കോർഡിനേറ്റ് പറഞ്ഞേ, ഈ കോർഡിനേറ്റ് വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. മക്കളെ വൈ എത്ര? ഈ പോയിന്റ് എത്ര? 3. ഇതാണ് മക്കളെ 4 കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇതേപോലെ ഉള്ളൂ. ആദ്യത്തെ കണക്ക് ഞാൻ പതപ്പിച്ച് പറഞ്ഞേ ഉള്ളൂ. ഇനിയുള്ള കണക്ക് നിങ്ങൾ പടപടാൻ നിങ്ങളുടെ മനസ്സിൽ കയറി വരണം. മക്കളെ സെറ്റല്ലേടാ? മനസ്സിലായോ? ഈ 4 ആണ് ഇവിടെ വന്നത്, ഈ 3 ആണ് ഈ പോയിന്റ്. അങ്ങനെ 4 പോയിന്റ് നമ്മളെ കിട്ടിയാൽ നമുക്ക് എഴുതാൻ എളുപ്പം. എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് 0, ബാക്കി മറ്റേ ഈ പോയിന്റ് 4. വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് 0, വൈ എന്ന് പറയുന്നത് 3 ആക്സിസിലാണല്ലേ? നമ്മൾ കുറച്ച് മുമ്പ് വരച്ച് പഠിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണേ. എന്താ ചോദിച്ചെന്നറിയോ? കോർഡിനേറ്റ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആക്സിസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 വെർട്ടെക്സ് എഴുതാനാണ് പറയുന്നത്. ഈ വെർട്ടെക്സ് ഓക്കെ അല്ലേ? മക്കളെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെടാ? നോക്ക്, അതേപോലെ ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എന്താണോ ദൂരം, അത് തന്നെയാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരവും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം തന്നെയാണ് താഴോട്ടുള്ള ദൂരം. സെറ്റല്ലേ? മക്കളെ ഈ പോയിന്റ് എന്ന് പറയുന്നത് അറിഞ്ഞൂടെ? ഈ ആക്സിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്നുള്ള ആളെ എടുത്തല്ലേ 3 2 എന്ന് പറയുന്നത്. ഇത് എക്സും ഇത് വൈയും അല്ലേ? അല്ലേ? ഇത് എക്സ് ആക്സിലാണ്, ഇത് വൈ ആക്സിലാണ്. അപ്പോൾ ഇവിടുന്നുള്ള പോയിന്റ് എടുത്തിട്ടാണ് ഈ കോർഡിനേറ്റ് പറഞ്ഞത്. ശരിയല്ലേ? അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് ഈ പോയിന്റ് അല്ലേ 3. അതേപോലെ ഈ 2 എന്ന് പറയുന്നത് ഇവിടുന്ന് എടുത്തതല്ലേ 2. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് ആക്സിസിലെ ഈ കുത്തും ഈ പോയിന്റ് 3 ആണെന്ന് കിട്ടി, ഇത് 2 ആണെന്ന് കിട്ടി. മക്കളെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം 2 ആണെങ്കിൽ ഇവിടം തൊട്ട് താഴെ വരെയുള്ള അകലം എത്ര ആയിരിക്കും? -2 അല്ലേ? കാരണം മുകളിലോട്ട് 2 ആകുമ്പോൾ താഴോട്ട് -2. ഇപ്പോൾ നിങ്ങൾ മൈനസ്, അതോട് മൈനസ് കയറുന്നത് 2 തന്നെയല്ലേ എഴുതേണ്ടത്? എടാ, വൈ ആക്സിസിലെ മണ്ടയിലോട്ട് പോസിറ്റീവ് നമ്പറും താഴോട്ട് നെഗറ്റീവ് നമ്പറും. ഓക്കെ അല്ലേ? മക്കളെ ഇവിടം തൊട്ട് ഇവിടം വരെ 3 ആകുമ്പം പുറകോട്ട് എന്തായിരിക്കും? ഈ പോയിന്റ് എത്ര ആയിരിക്കും? -3. ശരിയല്ലേ? ഇങ്ങോട്ട് പോസിറ്റീവ് നമ്പർ, ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പർ. മക്കളെ എല്ലാവരെയും കിട്ടിയതാണ് നമുക്ക്. എനിക്ക് സുഖമായിട്ട് കോർഡിനേറ്റ്സ് പറയാം. അങ്ങനെ ഈ കോർഡിനേറ്റ് എത്ര ആയിരിക്കും? എക്സ് ആക്സിസിലെ 3, ഈ കുത്ത് വൈ ആക്സിസിലെ -2. മക്കളെ ഈ കോർഡിനേറ്റ് പറയടാ. എക്സ് ആക്സിസിലെ -3, വൈ ആക്സിൽ എത്ര? -2. ഈ കുത്ത് പറയടാ. ഈ കോർഡിനേറ്റ് പറയടാ. എക്സ് ആക്സിസിലെ -3, ഈ കുത്തുവിനെ എവിടെ നിന്നാണ് വരുന്നത്? വൈ ആക്സിസിലെ 2. കണക്ക് കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. സെറ്റായോ? ഇത്രയുള്ള പരിപാടി. സിമ്പിൾ അല്ലേ? എനിക്ക് അടുത്ത കണക്കിലോട്ട് പോവാം. നമുക്കിടാ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഞാൻ കുറച്ചും പറഞ്ഞായിരുന്നു. 1 2 3 എന്ന് പറയുന്നത് 1ന്റെ ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 3 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ശരിയല്ലേ? ആണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ടോ? നമ്മൾ ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ 3 മൂലകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ കുത്ത് നിങ്ങൾ സുഖമായിട്ട് പറയും. എത്രടാ? ഇത് ഒറിജിനിൽ കിടക്കുന്ന ആളല്ലേ? ഒറിജിനിൽ എത്ര? 0 0. ശരിയല്ലേ? നിങ്ങൾ വേണമെങ്കിൽ ഈ കുത്ത് എത്ര എന്ന് പറയും. നമ്മൾ ഈ പോയിന്റ് എത്ര ആയിരിക്കും? ഈ പോയിന്റ് എത്ര ആയിരിക്കും? ആക്സിസിൽ കിടക്കുന്ന ആളല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം 4 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് അല്ലേ മക്കളെ 4 എന്ന് പറയുന്നത്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം 4 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് അല്ലേ 4. അപ്പം ആക്സിസിലെ കോർഡിനേറ്റ് എങ്ങനെ പറയുന്നത്? എക്സ് ആക്സിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 4 എഴുതണം. വൈ ആളെന്തായിരിക്കും? 0. ശരിയല്ലേ? എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് 0 ആണ്. പിന്നെ ആ എക്സ് ആക്സിൽ കിടക്കുന്ന പോയിന്റ് ഒന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? ഇവനെ കണ്ടുപിടിക്കാൻ ഒരു കുഞ്ഞൊരു പണിയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോടാ. എനിക്ക് ഈ പോയിന്റിൽ എഴുതേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് എഴുതണമെങ്കിൽ
കറക്റ്റ് ഇതാ ഇവിടുന്നുള്ള ആളെ വേണം എനിക്ക് ഇവിടെ വേണം സെക്രട്ടറി മക്കളെ വളഞ്ഞൊക്കെ പോടാ പാമ്പിനെ കണക്ക് ഇരിക്കുന്നില്ലേ കറക്റ്റ് ഇവിടുന്ന് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ടുള്ള ആളാണ് എനിക്ക് വേണ്ടത് ശരിയല്ലേ അതേപോലെ ഇതാ ഇവിടുന്നുള്ള ആൾ ശരിയല്ലേ ഇതാണ് എനിക്ക് വേണ്ടത് ഇവിടുന്നുള്ള ആളും ശ്രദ്ധിക്കണം മക്കളെ ഈ പോയിന്റും എനിക്കറിയണം ഈ പോയിന്റും എനിക്കറിയണം ശരിയല്ലേ എത്രയാണെന്ന് അറിയണം ഈ പോയിന്റ് അറിയാൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഇവിടെ തൊട്ട് ഇവിടം വരെ 4 ആകുമ്പോൾ ഇത് എത്ര ആയിരിക്കും 2 പകുതി ശരിയല്ലേ അപ്പോൾ എനിക്ക് എക്സ് കോർഡിനേറ്റ് എനിക്ക് കിട്ടി വൈ കോർഡിനേറ്റ് ഇവനെ കണ്ടുപിടിക്കാനാണ് പാട് സിമ്പിളാണ് അപ്പോൾ ഒന്നുമില്ല ഇതെന്ന് പറയുന്നത് ഈ ഇത്രയും പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള പോയിന്റ് അല്ലേ അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരമല്ലേ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നീളമല്ലേ ഇത് കണ്ടുപിടിച്ചാൽ പോരെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ട്രയാങ്കിളിൻ്റെ നീളമല്ലേ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ട്രയാങ്കിളിൻ്റെ നീളമല്ലേ ട്രയാങ്കിളിൻ്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് കണ്ടുപിടിക്കാനൊന്നുമില്ല ഇക്വേഷൻ ഉണ്ട് √3/2 ഇൻറ്റു സൈഡ് ഇത് ചെയ്യണം √3/2 ഇൻറ്റു മക്കളെ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രടാ 4 കിലോ ട്രയാങ്കിൾ അല്ലേ അപ്പോൾ 4 4 4 ശരിയല്ലേ 4 4 4 സൈഡ് എത്ര 4 ഈ 2ഉം ഈ 4ഉം വെട്ടി അപ്പോൾ എത്ര വരും 2√3 എന്ന് വരും ഇനി ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു √3/2 ഇൻറ്റു സൈഡിന് പകരം ആരായിട്ട് കൊടുത്തു സൈഡ് 4 അല്ലേ അതിട്ട് കൊടുത്തപ്പം 2√3 അപ്പോൾ എനിക്ക് ഇവൻ്റെ ഹൈറ്റ് കിട്ടിയില്ലേ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളം എത്ര കിട്ടി 2√3 എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് എനിക്ക് ആയില്ലേ വൈ കോർഡിനേറ്റ് എത്ര മക്കളെ 2√3 സിമ്പിൾ ഇത്രയുള്ള പരിപാടി 10ാം ക്ലാസ്സിലെ മാർക്ക് നമ്മൾ ഫുള്ള് പഠിക്കും ഓക്കെ അല്ലേ ഡൗട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേ നിങ്ങൾ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടണം എങ്കിൽ മാത്രമേ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ അടുത്ത ക്ലാസ്സിനായിട്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും അഭിപ്രായങ്ങൾ അറിയണം കേട്ടോ ശരിയല്ലേ ഓക്കെ